അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു ഇളയ മോളെ വീട്ടിലോട്ട് പോകാൻ നേരം. അവസാനം എപ്പോഴാ അമ്മ മോള് സംസാരിച്ചത്? ഉച്ച സമയത്ത് വിളിച്ചായിരുന്നു. ഇന്നലെ ഉച്ച സമയത്ത്? ഇന്നലെ വെളുപ്പാനവലല്ലേ മരിച്ച, അതിന്റെ തലേന്ന്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇളയ മോളെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞു. ആദ്യം നേരത്തെ ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നല്ലേ അമ്മ? ഉണ്ടായിരുന്നു. അങ്ങനെ കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തതായിരുന്നു. അങ്ങനെ കേസ് കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ നടത്തിയതായിരുന്നു. അങ്ങനെ 2 കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ ഒപ്പിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത്. അവൻ ഒപ്പിട്ട് രാഖി രാമാൻ ഒരു രാത്രിയിൽ അവൻ കുറെ കൂട്ടുകാരുമായിട്ട് വന്ന് മതിലിയാടി അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു. ഞങ്ങൾ കയറി കൈക്ക് പിടിച്ച് അങ്ങനെ കുഞ്ഞു കരഞ്ഞ പിടിച്ചു നിർത്തി. അങ്ങനെ അവൻ ഫ്ലാറ്റ് കണ്ടെടുത്ത് അവിടെ താമസിക്കാനായിട്ട് ഫ്ലാറ്റ് കണ്ടെടുത്തിട്ട് 30,000 രൂപയ്ക്ക് ഞങ്ങൾ വിട്ടില്ല ഫ്ലാറ്റിൽ താമസിക്കാൻ. കാരണം കുറെ ആമ്പിള്ളാരുമായിട്ട് വന്നാൽ അവളെ എനിക്ക് കൊല്ലാനാണെന്ന് എന്തോ നമുക്കറിയാൻ വയ്യാലോ. അങ്ങനെ പിറ്റേന്ന് എന്റെ സഹോദരങ്ങളെയോ അവരുടെ അമ്മയൊക്കെ പിന്നെ കൂട്ടി വിട്ടെ. അത് ഏത് സമയത്തായിരുന്നു ഓർക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ്? അത് കുട്ടിക്ക് 1.5 വയസ്സുള്ള സമയത്ത്. ആ സമയത്ത്. പിന്നീട് നന്നായോ അവൻ? നന്നായി? നന്നായിട്ടൊന്നുമില്ല. ഇങ്ങനെ പലവട്ടവും ഇങ്ങനെ ഉപദ്രവിക്കും. പിന്നെ സോറി പറയും, കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും. അന്നേരം അതങ്ങ് മറക്കുക കൊച്ച്. ഈ മദ്യത്തിന്റെ സമയത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ തോന്നല്ലേ? മദ്യം കഴിയുമ്പോൾ മാത്രമല്ല അവനെ സൈക്കോ പോലെ കാണിക്കുന്നത്. കൂട്ടുകാരോട് മിണ്ടുന്ന ഇഷ്ടമല്ല, പെൺപിള്ളാര് ഫോൺ വിളിക്കും ഇഷ്ടമല്ല. കൂടെ പഠിച്ച കൂട്ടുകാർ വഴി വെച്ച് എവിടെങ്കിലും കണ്ട് കായ് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. അങ്ങനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും പേരിലാണ് ഈ ഒരു അല്ലേ പീഡനവും ഇതൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ മകളെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ചിരുന്നോ? ഇതിന് സംഭവം നടക്കുന്നതിന് 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ ഫോൺ വിളിച്ചിങ്ങനെ അവളെ അടയാളങ്ങളൊക്കെ കാണിച്ച് പ്ലേറ്റ് വെച്ച് തലയ്ക്കടിച്ച കാര്യവും ഒക്കെ പറഞ്ഞ് കയ്യില് ശരീരത്തെല്ലാം പാടുകളൊക്കെ കാണിച്ച്. അത് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമോളെ നീ എന്തിനാ ഈ അടിയെല്ലാം കൊള്ളുന്ന, നീ ഇഞ്ഞു വാ, അവന്റെ 15 സെന്റും വീടും ഒന്നും നമുക്ക് വേണ്ട, നിനക്ക് ഇവിടെ ഉണ്ടല്ലോ ഉള്ളത്, നീ ഇഞ്ഞു പോരാൻ പറഞ്ഞ ഒരു പെൺകുഞ്ഞല്ലേ, അത് പഠിക്കാൻ ബുദ്ധിയുള്ള കുഞ്ഞാ, അതെങ്ങനെങ്കിലും അങ്ങ് പഠിക്കുമെന്ന് പറഞ്ഞു. അന്നേരം അതിന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം നെഞ്ചോട് ചേർന്ന് അവരുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഇട്ട് അവൻ. അന്നേരം നമ്മൾ വിചാരിച്ച് വിരോധമൊക്കെ മാറിക്കാണോ സ്നേഹമാണെന്ന്. അത് ആ ഫോട്ടോ ഇട്ടത് മിനിഞ്ഞാന്നായിരുന്നു. ഈ കയ്യിലും കഴുത്തിലൊക്കെ കാണുന്ന ഈ മോളുടെ ശരീരത്തിൽ കാണുന്ന ഈ പാട് അവന് ഉപദ്രവിച്ചതാ അവൻ. ഒരു സൈക്കോ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഉപദ്രവിക്കുമ്പോ അങ്ങനെ. അപ്പൊ അവന്റെ വീട്ടിൽ നിങ്ങൾ ഇതുവരെ സംസാരിച്ചിരുന്നില്ല? ഇവിടെ സംഭവം അവരുടെ വീട്ടിൽ സംസാരിച്ചു. പണ്ടൊക്കെ സംസാരിക്കുമ്പോ ഇവര് തള്ള ഇവിടെ വന്ന് ബന്ധം ഒഴിയാണോന്ന് ഇയാള് പറയുമ്പം അവര് പറയും ഞങ്ങളുടെ കിണറ്റിൽ ചാടി ചാകുമെന്ന്. അവര് ബന്ധം ഒഴിഞ്ഞ അങ്ങനൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. സമ്മതിച്ചില്ല ബന്ധം ഒഴിവാ? അവനും അങ്ങനെയായിരുന്നോ? അവൻ പറയുന്ന ബന്ധം ഒഴിഞ്ഞ അവളെ കൊന്നിട്ട് അവനും ചാവുമെന്ന്, അല്ലാതെ ജീവിക്കാൻ വിടത്തില്ലെന്ന്. അങ്ങനൊരു ബ്രെയിൻ വാഷ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മകളുടെ നേരെയും അത് ഉണ്ടായിട്ടുണ്ടാവും ശരിക്കും? ഉണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, നേരത്തെ അച്ഛൻ പറഞ്ഞു ഈ കാറ് വേണമെന്ന് ആവശ്യം, ബൈക്ക് നിങ്ങൾ മേടിച്ചു, ഈ സ്വർണം പോരാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീഡനം മകൾക്ക് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് ഞങ്ങൾ നല്ല വാതിൽ ചെന്നപ്പോ ഞങ്ങളോട് മിണ്ടിയതൊന്നുമില്ല. അതിനെ കരയിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് എത്ര പവന്റെ സ്വർണം ഉണ്ടെന്ന് ചോദിച്ച്. അവര് കല്യാണത്തിന് സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടില്ല, പെണ്ണിനെ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്നിട്ടും ഞങ്ങള് പറയാതെ തന്നെ സ്വർണം കൊടുത്തു. 50 പവൻ അടുക്ക കൊടുത്തു. അപ്പൊ എന്തോ 43 പവന്റെ സ്വർണ്ണം യഥാർത്ഥത്തിൽ ഞങ്ങൾ കൊടുത്തോളൂ. അപ്പൊ അവര് അത് തൂക്കി നോക്കി പിറ്റേന്ന്. അന്നേരം 50 തികച്ചില്ലെന്ന് അവര് തള്ളയും മോനൂടെ. അന്നേരം അന്ന് തൊട്ടേ ഇവര് ഓരോന്ന് കുത്തി പറയാനും ഇവളെ കേൾക്കാൻ വഴക്കുറയടിക്കുക തുടങ്ങിയതാണോ ഇത്? അവിടുന്ന് തുടങ്ങിയതാ. അപ്പൊ ഇതിന്റെ സ്വർണത്തിന്റെ ഇതിന്റെ ഒക്കെ പേരിലാണ് ഇത് തുടങ്ങുന്നത് അല്ലേ? പിന്നെ കാറ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കാറ് വേണമെന്ന്. ഞങ്ങള് ബൈക്കിന് പൈസയുമായിട്ടാ പോയത്. നല്ല വാതല്ല 75,000 രൂപയുമായിട്ടാ പോയത്. അവന് ഇഷ്ടപ്പെട്ട ബൈക്ക് മേടിച്ചോട്ടം ചെല്ലി. അന്നേരം അവൻ ആ പൈസ വാങ്ങിയില്ല, അവന്റെ ചേട്ടനും കൂടെ. നമ്മൾ വാങ്ങിക്കൊടുത്ത ബൈക്കാണ് പുള്ളി ഉപയോഗിക്കുന്നത്? അല്ല, അത് പിന്നെ അവനങ്ങ് ഗൾഫിൽ പോയല്ലോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ ഞങ്ങൾ ബൈക്ക് എടുക്കാൻ എന്റെ സഹോദരങ്ങളുടെ മരുമക്കളെല്ലാരും കൂടെ ശാസ്താംകോട്ടയിൽ നിന്ന് തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. അവനെയും കൂടെ വിളിച്ച് അവന് ഇഷ്ടപ്പെട്ട ബൈക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. അന്ന് 75,000.
എന്നിട്ട് കാർ ആവശ്യപ്പെട്ടോ? അവന് കാറ് വേണമെന്നുള്ളതായിരുന്നു. അവരുടെ ആർക്കാണ്ടൊക്കെ കാറ് കിട്ടിയെന്ന്. അവരുടെ ചേട്ടത്തിയുടെ ആങ്ങളെ കല്യാണം കഴിച്ചപ്പം 101 കാറും ഒക്കെ കിട്ടിയെന്ന് എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴാ മോള് വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞ ഇന്നലെയാണോ? മുറയ്ക്കും വീഡിയോ കോളിലാ വിളിക്കുന്നത്. അന്നേരമൊക്കെ കയ്യില് ഉപദ്രവിക്കുന്ന ദിവസം പാടുകളൊക്കെ കാണിക്കും എന്നെ. ഇന്നലെ ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയ സംഭവം എന്തെങ്കിലും നടന്നായിട്ട് അതാണോ നിങ്ങളിത് ആത്മഹത്യ അല്ല എന്ന് പറയാനുള്ള കാരണം? അതിങ്ങനെ മുറയ്ക്ക് ഉപദ്രവിക്കുമ്പോ അവള് പറയും ഞാൻ ചാവത്തില്ല അമ്മേ, അഥവാ ഞാൻ ചാവുകയാണെങ്കിൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണോന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവള് ഒരു മരണ വീട്ടിൽ പോകുന്ന പോലെ അവൾക്ക് പേടിയാ. ആത്മഹത്യ അല്ലാന്ന് നിങ്ങൾ വിശ്വസിച്ചു? ആത്മഹത്യയല്ല, എന്റെ മോളെ കൊന്നത് തന്നെ. ഈ സംഭവം നടക്കുന്നതിന്റെ 3 ദിവസത്തിന് മുമ്പ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് 1/2 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നു. അതാ പാടാ ഇവിടെ എല്ലാം കാണുന്നത്. അതിനകത്ത് കാണിച്ചു കാണുമല്ലോ, ഇവിടെ എല്ലാം മുഖത്തുമൊക്കെ അവന്റെ കൈ ഇങ്ങനെ അമക്കി പിടിച്ചതിന്റെ. മരിക്കില്ലാന്ന് മാള് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിക്കത്തില്ലമ്മേ, അഥവാ ഞാൻ മരിക്കുവാണെങ്കിൽ അയാള് അന്നയാന്ന് നിങ്ങളൊക്കെ വിചാരിച്ചോണമെന്ന്. അന്നേരമൊക്കെ പറയാം എന്റെ പൊന്നുമോളെ, ഈ 21-ാം നൂറ്റാണ്ട് ഇങ്ങനെയുള്ള പെൺപിള്ളേര് ഇത്രയും സഹിച്ചു കിടക്കുവോ, മോളിഞ്ഞ് പോരാ. മകളുടെ തീരുമാനമായിരുന്നു കൂടെ നിൽക്കുക, അങ്ങനെ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നു. അല്ലെ, കുഞ്ഞ് ശ്രീബുദ്ധയെ പഠിക്കുക അവിടെ കരുനാപ്പള്ളി. അവള് പറയുന്ന അതിന് പഠിക്കുന്ന ആവശ്യത്തിന് പൈസ ചെലവില്ലയോ, അപ്പൊ അവിടെ പഠിത്തം നടക്കുമല്ലോ. അവൻ 10,000 രൂപ വീതം അയച്ചു. പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് കൂടെ പോരാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട്? പറഞ്ഞു ഇപ്പൊ 3 മാസം ഇവിടെ വന്ന് നിന്നിട്ടായിരുന്നു പോയെ. ഞാനും 2 മാസം അവരുടെ അടുത്തല്ല പോയ, ഇളയ മോളുടെ അടുത്ത് പോയി. തലേന്നും പിറ്റേന്നും ആയിട്ട് അയാള് പോയെ. ഇളയ മോൾ അവിടെ ഉണ്ടോ? ഇളയ മോളും മരുമോനും അവിടെ ഷാർജ. ഇളയ മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ? അവര് തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെ? ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഞാനവിടെ ചെന്നതിന് ശേഷം വഴക്കടിച്ചപ്പം ഞങ്ങൾ വിളിച്ച് ഇനി അവിടെ വന്നില്ല. അങ്ങനെ ഒരു ദിവസം കുഞ്ഞ് അവിടെ വന്ന് നിന്നപ്പോ അവൻ പിറ്റേന്ന് വന്ന് വിളിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ്. അന്നേരം അതില്ല സോറി പറയുമ്പോ അതങ്ങ് മറക്കോ കൊച്ച്, പിന്നെയും പോവും. ഈ കുഞ്ഞിനെ എങ്ങനെയാണ് അച്ഛനുമായിട്ട്? കുഞ്ഞിന് പേടിയാ. ഞങ്ങൾ രണ്ടുപേരും തലേന്നും പിറ്റേന്നുമായിട്ടാ പോയെ. എനിക്ക് പാസ്പോർട്ടിലൊരു മിസ്റ്റേക്ക്, പിള്ളസ്ഥാനം അതിനകത്ത് ഇല്ല, അപ്പൊ സർട്ടിഫിക്കറ്റിലുണ്ട്. അത് പാസ്പോർട്ടിന് ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. അങ്ങനെ അത് കൊച്ചും കൂടെ മുമ്പേ പോയി. പിറ്റേന്നാ ഞാൻ പോയെ. അങ്ങനെ അവിടം കഴിഞ്ഞ് ഞങ്ങൾ ഈ കൊച്ച് അതിനെ അവരുടെ വീട്ടിൽ നിർത്താനായിട്ടാ കൊണ്ടുപോയെ. 2 മാസം അവിടെ വെക്കേഷന് നിൽക്കുക. അതിനും 2 വർഷത്തെ വിസ എടുത്തതായിരുന്നു കുഞ്ഞിന്. ഇത് ക്യാൻസൽ ആവാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ആ കൊച്ചവിടെ നിൽക്കത്തില്ല. ഈ തന്തയുടെ എന്റെ മോളെ ഉപദ്രവിക്കുന്ന പലവട്ടം കൊച്ച് കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തന്തയുടെ ഉടവള് നിൽക്കത്തില്ല. അത് ഈ കുടിച്ചിട്ടൊക്കെ വരുമ്പോ അതിന് പേടിയാ. പറയുന്നുണ്ടായിരുന്നു ഉപദ്രവത്തിനെ കുറിച്ച് പറയുമായിരുന്നു. ഇതിനുമ്പും കുഞ്ഞിനെ ഒരു 3 മാസം അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു. അന്നും ഈ കുഞ്ഞ് എന്നെ ഫോൺ വിളിച്ചിട്ട് കരയും പറയും, എന്റെ തുളസിയമ്മ എനിക്ക് വന്നാ മതി, എനിക്ക് തുളസിയമ്മയെ കാണണം, കുഞ്ഞായെ കാണണം, ഞാൻ അവിടെ നിൽക്കുന്നില്ലേ, എനിക്ക് ഇനി പോരണേന്ന് പറഞ്ഞ് കരയുമായിരുന്നു. കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ആദ്യം കൊണ്ടുപോയ സമയത്ത്. പിന്നെ ഇപ്പം പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ 2 ദിവസമേ അവിടെ നിന്നോളൂ. പിന്നെ ഞാൻ നിന്ന് എന്റെ ഇളയമ്മയുടെ കൂടെ ആയിരുന്നു ആ 2 മാസവും നിന്ന്. ഇവിടേക്ക് വരാറില്ലേ? ഇവിടെ എന്റെ ഇളയമ്മയുടെ കല്യാണത്തിന് 2 മാസം ഇവിടെ ആയിരുന്നു നിന്നെ. ലീവിന് വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടുന്നാ പോയത്. ഇവിടെ നിൽക്കുന്ന സമയത്തൊന്നും മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു? ഉണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉപദ്രവിച്ചു. ഒരിക്കൽ ഞങ്ങള് മുറി കിടന്നുറങ്ങിക്കൊണ്ട് കിടന്നപ്പം കുഞ്ഞലറിക്കൊണ്ട് ഇവിടെ വന്ന് അമ്മയെന്നും പറഞ്ഞ് കതവിനിട്ടിടിച്ച് ഞങ്ങളുടെ അച്ഛനും ഞാനും ഇവിടെ കഥ തുറന്ന് അങ്ങനെ എന്നെ ഉപദ്രവിച്ചമ്മ എന്നെ നാവിക്ക് ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്ത അടിക്കാനായിട്ടൊക്കെ പിടിച്ച് നിർത്തി. അന്നേരം അവനങ്ങ് സോറി പറയുകയോ ഇല്ലച്ചാ ഇനി ഇല്ലെന്നും പറഞ്ഞ്. കുടിച്ച് തെറ്റിക്കൊണ്ടാ ചെയ്യുന്നേ. കുടിക്കാത്ത സമയത്ത് അവൻ സൈക്കോ പോലെ. സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് ഉറപ്പായിട്ടും അതിഭീകരമായ മർദ്ദനം ഉണ്ടായി കാണും. എന്റെ മോള് സ്വയം ചെയ്യത്തില്ലത്. എന്നുവെച്ചാൽ എന്റെ പൊടിമോളെ അവക്ക് ഭയങ്കര ഇഷ്ടമാ, അതിന്റെ കുഞ്ഞിനെ. അപ്പൊ അതിന്റെ ഇത് വെച്ചാ അവള് ഇത്രയും നാളും എന്റെ കൂടെ സഹിച്ച് ക്ഷമിച്ച് നിന്നത്. അതൊരു പെൺകുഞ്ഞല്ലയോ. അപ്പൊ അവനവിടെ 15 സെന്റ് ഒരു വാർത്ത വീടും ഒക്കെ ഉണ്ട് റോഡ് സൈഡ്, ശാസ്താംകോട്ട സെന്ററില. അപ്പൊ അവള് പറയുന്ന കുഞ്ഞിന് ഏതെങ്കിലും സമയത്ത് അത്
കിട്ടുമല്ലോ, അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു അത് നിന്ന്. ഞങ്ങളന്നേരവും പറഞ്ഞു, എന്റെ പൊന്നുമോളെ നിനക്ക് ഇവിടെ ഉള്ളതുണ്ട്, എന്തിനാ അവന്റെ 15 സെന്റും വീടും, നീ ഇഞ്ഞു വാ, ഒന്നുമില്ല ആരെങ്കിലും 2ാം കെട്ടുകാരെങ്കിലും നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും, കുഞ്ഞിനെ ആള് നോക്കിയാ പോരാ. അങ്ങനെയൊക്കെ ഞങ്ങൾ പലവട്ടവും പറഞ്ഞു. ഈ ഉപദ്രവം കൊടുക്കുന്നതിന്റെ തലേന്നും ഞാൻ വിളിച്ചു, മോളെ നീ അവന്റെ ഉപദ്രവം എന്തിനാണ് ഈ കൊള്ളുന്നത്, നീ വാടി ബന്ധം ഒഴിഞ്ഞ് കളയടി. അവൻ കേൾക്കുകയും ഞാൻ പറഞ്ഞു, എന്നുവെച്ചാ വേണ്ടാന്നും പറഞ്ഞ് ഇനി വരാൻ വേണ്ടി. അവിടവും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് അവൻ കിടന്നുറങ്ങുന്നതായിട്ട് എന്തുവാ ഞങ്ങൾക്ക് തോന്നണം അവനും അവളൂടെ ഭയങ്കര സ്നേഹമാണ്. ആ ഫോട്ടോ കണ്ടതിന്റെ പിറ്റേന്ന് എന്റെ കുഞ്ഞിന് ഇത് ചെയ്യുന്നത്. ഇത് ഇനി എങ്ങനെ മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? നമുക്ക് എന്റെ ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേപോലൊരു ഗതി വരരുത്. എന്റെ മോൾ അനുഭവിച്ച ദുഃഖം പോലെ ആർക്കും ഇനി വരരുത്. എന്റെ കുഞ്ഞിന് നീതി കിട്ടണം, അവന് ഇതിന് തക്കതായ ശിക്ഷയും കിട്ടണം. ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെ? ഒരിക്കലും ചെയ്യത്തില്ല. എന്റെ കുഞ്ഞ് ചെയ്യാനായിരുന്നെങ്കിൽ അവൾ അതിനുമ്പേ ചെയ്തേനെ. ഇതിനുമ്പ് തന്നെ എന്റെ കുഞ്ഞിനെ ഒരുപാട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവക്ക് ഈ ആത്മഹത്യ ചെയ്യുന്ന അവക്കത് പേടിയാ. മരിക്കുന്ന വീട്ടുകളിൽ പോലും അവള് പോത്തില്ല പേടിച്ച്. അവള് പാറി പറന്ന് നടന്നൊരു കുഞ്ഞാ. അത് ഫോട്ടോ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം. അത്രയും ഇതായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കുമോ? ഒരിക്കലും മരിക്കത്തില്ല. ഈ സ്വന്തം മകളോട് എങ്ങനെയാ സതീഷ്? ആ കുഞ്ഞിന് ഈയിടെ 2 ദിവസം ഛർദിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അത് അവൻ കഴിട്ടോണ്ടിരുന്നത്. എന്നിട്ട് ആ കുഞ്ഞിന് ഛർദില് മാറിയോന്നോ അല്ലെ കുഞ്ഞിന് എന്തോ പറ്റിയെന്ന കുഞ്ഞിനെ വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. പിറ്റേന്ന് അത് ഛർദിച്ചു. അന്നേരവും ഞാൻ ഇവിടെ അടുത്തൊരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, ജേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് രാത്രിയായപ്പോ നമുക്ക് പേടിയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഛർദിൽ വന്ന് സന്ധ്യയും തള്ളയടുത്തില്ലല്ലോ. അങ്ങനെ 2 ദിവസവും ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കഥ പറയുകയും ചെയ്ത്. എന്നിട്ടും അവൻ ആ കുഞ്ഞിനോട് വിളിച്ച് ചോദിച്ചില്ല, മോളെ സുഖമുണ്ടോ അല്ലെ എന്തുകൊണ്ടോ ഛർദില് വന്നേ, അങ്ങനെ ഒരു കാര്യമേ ചോദിച്ചില്ല. കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നോ? പൊടിക്കുഞ്ഞിനെയോ? ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. 1-2 വട്ടം അതിന് ഒരു അവരുടെ അവിടെ വന്നപ്പം അതിന് വയറ്റ് വേദനയാണെന്നും പറഞ്ഞ് കരഞ്ഞ്. അതെന്തോ ബീഫോ അതുകൊണ്ട് 2 കല്യാണ വീട്ടിൽ പോയ ബീഫോ അതിന്റെ കൂടെ പാലും കൂടെ കുടിച്ച്. അങ്ങനെ അന്ന് രാത്രി അതിന് ഭയങ്കര വയറ്റ് വേദനയായിരുന്നു. അവന് ഉറക്ക ശല്യം എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്തിട്ട് അടിച്ചെന്ന്. എപ്പോഴായിരുന്നു? ഒരുപാട് കാലം. ഒരു 3 അതൊരു LKG പഠിക്കുമ്പോഴങ്ങണ്ട, പ്ലേ സ്കൂളിൽ കുഞ്ഞിപ്പോഴാണ്. 3.5-4 വയസ്സ്. ആ കുഞ്ഞ് 3.5 വയസ്സേ ഉള്ളു. അതിനുശേഷം സതീഷിന് പേടിയാ മോക്കില്ല? ആ കുഞ്ഞിന് പേടിയാ. അന്ന് കുഞ്ഞിനെ എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞും പറഞ്ഞ് അതുല്യം പറഞ്ഞ്. പിന്നെ സതീഷിന്റെ വീട്ടുകാരോട് നമ്മൾ അവസാനം സംസാരിച്ചത് എപ്പോഴാണ്? പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ വീട്ടുകാര് ഇപ്പൊ അവനുമായിട്ട് പിണക്കവാ. എന്നുവെച്ചാ അവന് 5 സെന്റ് സ്ഥലം ഫ്രണ്ട് മേടിച്ചായിരുന്നു. അവനെ KSF ലോൺ എടുത്ത് 10 ലക്ഷം. അതവൻ അടച്ചു തീർക്കുകയും ചെയ്ത്. അപ്പം ആ ഫ്രണ്ട് അവരുടെ തള്ളയ്ക്ക് 3 സെന്റ് ആ വീടിന്റെ പുറകിലുണ്ട്. അന്നേരം ഇളയ മോന് അവിടെ വീട് വെക്കാൻ വേണ്ടി ഒന്നീ ആ 3 സെന്റ് ഇവരെടുത്തിട്ട് ഫ്രണ്ടിൽ 5 സെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ വീഡിയോയും ഈ നമ്മളിപ്പോ കാണുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നത് ഏത് സമയത്തായിരുന്നു? അടുത്ത ദിവസങ്ങളിലായിരുന്നു? അടുത്ത ദിവസം ഒരു 3-4 ദിവസമേ ആയുള്ളൂ. അതിനു മുമ്പും ഇങ്ങനെ അയച്ചു തരാറുണ്ട്? ഉപദ്രവിക്കുമ്പോ ഇങ്ങനെ വീഡിയോ പിടിച്ചയച്ച് കാണിക്കും കയ്യിലെ പാടുകളൊക്കെ. അന്നേരമൊക്കെ നമ്മളിവിടെ നിന്ന് കരയാനല്ലേ പറ്റും. അവൻ വിടത്തില്ലല്ലോ ഇങ്ങോട്ട്. ഈ വീടിന്റെ അകത്തിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഈ അതുല്യ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അവനങ്ങനെ 3000-ന്റെ 4000-ന്റെ ഒക്കെ കുപ്പി എടുക്കുന്നത്. അവന് 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്. സൈറ്റ് എഞ്ചിനീയറാ, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവനാ, BSc-ക്കാരനാ. അപ്പൊ ഈ അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അവരുടെ അച്ഛൻ അവിടെ ശാസ്താംകോട്ട കോളേജിലെ ജോലിയായിരുന്നു, എക്കണോമിക്സ് ലൈബ്രറിമാനായിരുന്നു. അപ്പൊ ഇച്ചിരിയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ലയോ. കല്യാണം പെണ്ണ് കാണാൻ വന്നപ്പം ബയോഡേറ്റയൊക്കെ നമ്മളെ കാണിച്ചായിരുന്നു. അപ്പം നമ്മളതൊന്നും കള്ളത്തരമല്ലല്ലോ, ബയോഡേറ്റയൊക്കെ കണ്ട സർട്ടിഫിക്കറ്റും. പോലീസിൽ കൊടുത്ത പരാതിയിൽ എന്താ പറയുന്നേ? ഇന്നലെ പോലീസുകാർ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊഴിയെടുത്ത് അവര് ശക്തമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്റെ കുഞ്ഞിന് നീതി കിട്ടണം. നമുക്ക് നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഇനി ഇതേപോലൊരു കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി ഉണ്ടാവരുത്.
ഒരു പെൺകുഞ്ഞുങ്ങൾക്കും